ഇവിടെ എനിക്ക് വേദനയോടുകൂടി പറയുവാനുള്ളത്, ഇന്നലെ ഞങ്ങൾ ഇതിന്റെ വേദി കെട്ടാനായി ഇവിടെ വന്നപ്പോൾ, ഇതിന്റെ പന്തൽ ഇവിടെ കെട്ടിയപ്പോൾ, പക്ഷേ വേദനയോട് പറയുകയാണ്, ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ പോലീസ് ഒന്നും രണ്ടും വട്ടം ഇവിടെ വന്ന് നോക്കിപ്പോവുകയും അതിനുശേഷം മുകളിൽ നിന്നവർക്ക് എന്തോ ഫോൺ കോൾ വന്നിട്ട് അവർ പറഞ്ഞത് ഇവിടെ രാത്രി പന്തൽ കെട്ടാൻ അനുവദിക്കില്ല, പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ അവരോട് വളരെ സ്നേഹത്തോട് ഞങ്ങൾ പറഞ്ഞത്, സാർ ഇവിടെ പലരും പന്തൽ കെട്ടാറുണ്ട്, ഇവിടെ പരിപാടികൾ നടത്താറുണ്ട്, എന്റെ അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഈ ധർണയിൽ നിങ്ങൾ പന്തൽ കെട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഞങ്ങൾ ഇവിടുത്തെ സാധാരണ നിയമപാലകരാണ്, മുകളിൽ നിന്നും ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് തരുന്ന കൽപ്പനയാണ്, നിർദ്ദേശമാണ് ഈ പന്തൽ അഴിച്ചു മാറ്റണമെന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചു, ഇല്ല സർ, രാത്രി 12 മണി കഴിഞ്ഞു, ഇനി 4 മണിക്കൂർ കഴിയുമ്പോൾ നേരം പുലരും, അതുകൊണ്ട് തന്നെ ഈ പന്തൽ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റുന്ന പ്രശ്നമില്ല. അതല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ലാത്തി ചാർജ് ചെയ്താലും അറസ്റ്റ് ചെയ്താലും നിങ്ങൾ ഒരു പക്ഷേ അടിച്ചാലും ഈ പന്തൽ അഴിച്ചു മാറ്റില്ല എന്ന് ഇന്നലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെ വിനയത്തോടു കൂടിയും വളരെ കർക്കശമായും വിനീതനായ ഞാനും എന്നോടൊപ്പം നിന്ന എന്റെ സഹപ്രവർത്തകർ പറഞ്ഞു. പക്ഷേ എന്തിനാണ് അവർ ഭയക്കുന്നത്? എന്തിനാണ് അധികാരവർഗങ്ങൾ ഭയക്കുന്നത്? അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ മാത്രമല്ല, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അതിലുപരി പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനാണ്, പ്രഭാഷകനാണ്. അങ്ങനെയുള്ള അബ്ദുൽ നാസർ മഅദനിയെ എന്താണ് അദ്ദേഹത്തെ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 13 വയസ്സ് മുതൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത്, പ്രഭാഷണ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇന്ന് 55 വയസ്സ് ഏകദേശം അദ്ദേഹത്തിന് എത്തപ്പെട്ടിരിക്കുന്നു. ആ അളവിൽ 21.5 വർഷക്കാലം കോയമ്പത്തൂരും അതുപോലെ തന്നെ സേലത്തും പരപ്പന അഗ്രഹാരയിലും ഇന്ന് ജയിലിന് സമാനമായി ഫ്ളാറ്റിലും കഴിയുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, മതപ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തിയ അബ്ദുൽ നാസർ മഅദനിക്കെതിരെ മാറി വന്ന സർക്കാരുകളുടെ പോലീസുകാർ കള്ളക്കേസുകൾ ചാർത്തി കോടതിയിൽ കൊടുത്തിട്ട് നിങ്ങൾ അറിയണം, ഇന്ന് വരെ 100 രൂപ പോലും പെറ്റി കൊടുക്കേണ്ടി വന്നിട്ടില്ല അബ്ദുൽ നാസർ മഅദനിക്ക്. ഇങ്ങനെയുള്ള ഒരു കേവലം ഒരു പാവപ്പെട്ട ഒരു പണ്ഡിതനായ വികലാംഗനായ ഒരു മനുഷ്യനെയാണ് മാറി മാറി വരുന്ന അധികാരി വർഗങ്ങൾ അദ്ദേഹത്തെ രാജ്യത്ത് നിന്നും എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു വട്ടം കോയമ്പത്തൂർ കേസിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ചപ്പോൾ അന്ന് ബഹുമാനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് പറഞ്ഞത്, വല വീശിയാണ് എന്നെ പിടിച്ചത്. എന്നാൽ ഇന്ന് കർണാടക കേസുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ വല നെയ്തിട്ടാണ് എന്നെ പിടിച്ചിരിക്കുന്നത്, കുടുക്കിയിരിക്കുന്നത്. ഈ വല പൊട്ടിക്കാൻ ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് തെറ്റാണ് അബ്ദുൽ നാസർ മഅദനി ചെയ്തത്? നാം നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം. വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ, നിങ്ങൾ അറിയണം, ബഹുമാനപ്പെട്ട MP, അദ്ദേഹം ഇപ്പോഴാണ് MP, അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു. ബഹുമാനപ്പെട്ട അന്ന് ജലവിഭവ മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട MP, ഇപ്പോഴത്തെ MPക്ക് അറിയാം എന്താണ് B കാറ്റഗറി സെക്യൂരിറ്റി. ഞാൻ പറയാതെ പോകില്ല, കാരണം കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനം കേരളത്തിൽ വന്നപ്പോൾ അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് അബ്ദുൽ നാസർ മഅദനിക്ക് B കാറ്റഗറി സെക്യൂരിറ്റിയാണ് കൊടുത്തത്. എന്താ B കാറ്റഗറി സെക്യൂരിറ്റി? അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കാൻ 4 പോലീസുകാരും അദ്ദേഹം എവിടെയാണോ താമസിക്കുന്നത് അവിടെ വലിയ റൈഫിളുമായി ഗാർഡ് ചെയ്യാൻ, ഡ്യൂട്ടി ചെയ്യാൻ 4 പോലീസുകാരും. അബ്ദുൽ നാസർ മഅദനിയോടൊപ്പമുള്ള PSOമാർ മഅദനി ഇന്ന് രാവിലെ 8 മണിക്ക് ഇന്നടത്തുനിന്ന് പുറപ്പെട്ട് ഇന്ന ഭാഗം വഴി ഇന്ന സ്ഥലത്ത് പള്ളിയിൽ കയറി നമസ്കരിച്ച് ഇന്ന പരിപാടിയിൽ പങ്കെടുത്ത് ഇന്നടത്ത് താമസിക്കുന്നു എന്ന് 24 മണിക്കൂറിലുള്ള കാര്യങ്ങൾ PSOമാർ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് മഅദനിയുടെ യാത്ര ഏതൊക്കെ റൂട്ടാണോ ആ മേഖലയുള്ള മുഴുവൻ പോലീസ് സംവിധാനവും നിരീക്ഷിച്ചു വരുമ്പോൾ എങ്ങനെയാ പ്രിയമുള്ളവരെ വികലാംഗനായ അബ്ദുൽ നാസർ മഅദനി കർണാടകയിലെ കുടകിൽ പോയത്?
എടക്കേരി എസ്റ്റേറ്റിൽ പോയത്, തടിയന്റെ ഇവിടെ നസീറുമായി ഗൂഢാലോചന നടത്തിയത്, ഇത് നാം ചിന്തിക്കണം. ഇവിടെ പറയുന്ന ബോംബ് സ്ഫോടനം മഅദനി അതിൽ പ്രതിയാകുന്നു. 31ാമത്തെ പ്രതി അദ്ദേഹം ഒരിക്കൽ കോയമ്പത്തൂരും ഇപ്പോഴിവിടെ കിടക്കട്ടെ. പലരും ചിന്തിക്കും അങ്ങനല്ല. നാം ചിന്തിക്കണം, ഇങ്ങനെ ബി കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തി സ്വന്തമായി പോകാൻ സാധിക്കുമോ? ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുമോ? ഇനി അതല്ല, അദ്ദേഹത്തിന് ബി കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോലും എന്റെ അറിവ് ശരിയാണെങ്കിൽ മഅദനിയോടൊപ്പം സദാസമയം 10ഉം 15ഉം കുട്ടികളും അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരും അദ്ദേഹത്തെ അനുഗമിക്കാറുണ്ട്. മഅദനി ഒറ്റയ്ക്ക് എങ്ങും പോകാറില്ല. അപ്പോൾ ആരെയും പേരെഴുതാതെ എങ്ങനെയാണ് മഅദനിയെ മാത്രം ഈ കർണാടകയിലെ ഈ ഗൂഢാലോചനയിൽ തടിയന്റെ നസീറുമായി ഉൾപ്പെടുത്തി എന്ന് ഞാനും നിങ്ങളും വ്യക്തമായി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റ് കേസാണ്, കെട്ടുകഥയാണ്, കള്ളക്കഥയാണ്. കാര്യമെന്താ? ഇവിടെ അവരുടെ ലക്ഷ്യം മഅദനി എന്ന് പറയുന്ന നിരപരാധിയായ ഇസ്ലാമത പണ്ഡിതനെ എന്നേക്കുമായി രാജ്യത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമമാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇവരിങ്ങനെ മാറി മാറി മഅദനിയെ വേട്ടയാടുന്നത്. നിങ്ങൾക്കറിയുമോ, മഅദനിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട MP ഇവിടെ സൂചിപ്പിച്ചു, MP സംസാരിച്ചു, വ്യക്തമായ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേവർക്കും അറിയുമാണ് അദ്ദേഹവും മഅദനിയുമായി മഅദനി വിഷയത്തിൽ ഏത് രീതിയിൽ ഇടപെടുന്നതെന്ന്. പക്ഷേ അബ്ദുൽ നാസർ മഅദനി ഇന്ന് ഏതവസ്ഥയിലാണ് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ മനസ്സിലാക്കണം, മഅദനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും ഒരസുഖമുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെ ഹോസ്പിറ്റൽ പോകേണ്ടി വന്നാൽ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ 60% പുറം ലോകത്തോട് പറയില്ല. മഅദനി അത് സ്വയം സഹിക്കും. മഅദനിയെ സംബന്ധിച്ച് ഒരു തലവേദന വരുമ്പോൾ അത് വീർപ്പിച്ച് കാണിച്ച് അത് പർവ്വതീകരിക്കുന്ന വിഷയമില്ല മഅദനിക്ക്. എന്നാൽ അബ്ദുൽ നാസർ മഅദനിക്ക് എന്തൊക്കെ അസുഖമില്ല എന്ന് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് ശരിയല്ല. എല്ലാ അസുഖങ്ങൾക്കും അടിമയാണ് മഅദനി. ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വല്ലാത്ത പരിതാപകര അവസ്ഥയിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഗം 43 കിലോ ആയി മാറിയിരിക്കുന്നു. മാംസം എന്ന് പറയുന്നത് ശരീരത്തില്ല, മജ്ജയാണെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി അസ്ഥിയുമായി ഒട്ടിയിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും അവിടെ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുവാനോ ഇഞ്ചക്ഷൻ എടുക്കുവാനോ എത്രയോ സമയങ്ങൾ വേണ്ടി വന്നു. അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അത്തരത്തിൽ ഞരമ്പ് കിട്ടാതെ നിൽക്കുന്ന മഅദനി, ആ മഅദനിയെ ഈ യൂറിനുമായി ബന്ധപ്പെട്ട് മൂത്രം പോകാതെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിലേക്ക് ഡിസംബർ 31 വൈകുന്നേരം അഡ്മിറ്റ് ആക്കുന്നു. ജനുവരി 1-ാം തീയതി അദ്ദേഹത്തെ ഓപ്പറേഷൻ വിധേയമാക്കുന്നു. ഓപ്പറേഷന് ശേഷം അബ്ദുൽ നാസർ മഅദനിയെ ആ ഹോസ്പിറ്റലിൽ, അൽഷിഫ ഹോസ്പിറ്റലിൽ 4 ദിവസം പോലും അവിടെ കിടക്കേണ്ടി വന്നില്ല, കിടത്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത്രത്തോളം ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്ന ഒരു പേഷ്യന്റ് കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ആ ഹോസ്പിറ്റലിൽ കിടന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. അതിനുപോലും അനുവദിക്കാതെ അധികാരി വർഗങ്ങൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് അയച്ചു. കാരണം എന്താ പറഞ്ഞ്? COVID-19 കൊറോണ എന്നോടെ. എന്നിട്ട് ഇപ്പോഴെന്താ അവസ്ഥ? എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരോട്, എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയെല്ലാം ലൈവായി പോകുന്ന പരിപാടിയാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, അബ്ദുൽ നാസർ മഅദനിയുടെ ശാരീരിക അവസ്ഥ വളരെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതാണ്. ആശങ്കാജനകമായ ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ്, ഒരവസ്ഥയിലേക്കാണ് മഅദനിയുടെ ആരോഗ്യം പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, ഈ ഇരിക്കുന്ന എന്റെ മുമ്പിലും ഇരിക്കുന്ന മിമ്പറിൽ, അതുപോലെ വെള്ളിയാഴ്ചകളിൽ, അതുപോലെ ജമാഅത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആദരണീയരായ ബഹുമാനരായ പണ്ഡിതന്മാരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഅദനിയുടെ ആരോഗ്യാവസ്ഥ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഒരു സംശയവുമില്ല, നമ്മൾ ഏതാനും എത്രയും വേഗം തന്നെ അവിടെ നിന്നും, കർണാടകയിൽ നിന്നും കണ്ണീരോട് കൂടി ഒരു ആംബുലൻസ് കേരളത്തേക്ക് വരുന്ന രംഗം നമുക്ക് കാണേണ്ടി വരും. വേദനാജനകമായ അവസ്ഥയിലേക്ക് ഈ അധികാരി വർഗങ്ങൾ, അത് കേരളമാകട്ടെ, കർണാടകമാകട്ടെ, ഇന്ത്യ ആകട്ടെ, അധികാരി വർഗങ്ങൾ
ശ്രദ്ധിക്കണം, ചിന്തിക്കണം. മഅദനിയുടെ വിലപ്പെട്ട ജീവൻ വെച്ചുകൊണ്ട് പന്താടുന്ന അധികാരി വർഗമേ, നിങ്ങൾ ചിന്തിക്കണം. ഒരു പണ്ഡിതനെ ഇതുപോലെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അതിനെതിരെ ഇതുപോലെ പണ്ഡിത സമൂഹം അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ കാഴ്ചയാണ് ഇന്നിവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത്. അധികാരികൾ വോട്ട് മാത്രം വാങ്ങിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുമ്പോൾ അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ധർണ കൊണ്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ പറയുന്നത് മഅദനിയെ എങ്ങും മോചിപ്പിച്ചതാ എന്ന് പറയുന്നില്ല. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പറയുന്നു, അബ്ദുൽ നാസർ മഅദനിയുടെ വിചാരണ വേഗം പൂർത്തിയാക്കി വിധി വേഗം പറയണം. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. ഇത് ഞങ്ങൾ പറയുന്നതിന് മുമ്പ് 6 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മഅദനി തന്റെ സ്വന്തം കൈപ്പടയിൽ ഇന്ത്യൻ പ്രസിഡന്റിന്, ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്, കർണാടക മുഖ്യമന്ത്രിക്ക്, കർണാടക ആഭ്യന്തരമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അറിയാവുന്ന രീതിയിൽ വളരെ നല്ലൊരു ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അബ്ദുൽ നാസർ മഅദനി അവർക്ക് അന്നയച്ചു. 6 കൊല്ലം മുമ്പ് എന്താ മഅദനി എഴുതിയത്? എന്റെ കേസ്, എന്റെ വിചാരണ വേഗം പൂർത്തിയാക്കണം. ഇന്ത്യന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി 4 മാസത്തിനകം അബ്ദുൽ നാസർ മഅദനിയുടെ വിചാരണ പൂർത്തിയാക്കി വിധി പറയുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വാക്കുകളെ പോലും വിലക്കെടുക്കാതെ കർണാടക ഗവൺമെന്റ് മനസ്സിലാക്കാൻ നിങ്ങൾ. അപ്പോൾ മഅദനി എഴുതി, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലണം, നിരപരാധിയാണെങ്കിൽ എന്നെ വെറുതെ വിടണം. എനിക്കുണ്ട് ഭാര്യ, എനിക്കുണ്ട് ഉപ്പ, എനിക്കുണ്ട് മക്കൾ, എനിക്കുണ്ട് ജനങ്ങൾ, എനിക്കുണ്ട് എന്റെ സമുദായം, എനിക്കുണ്ട് എന്റെ നാട്, എനിക്കങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ, ഇന്നെത്ര വർഷമായി? 11 വർഷം പിന്നിടുന്നില്ലേ? അബ്ദുൽ നാസർ മഅദനി ഒരു പെറ്റി കേസ് പോലും കൊടുക്കാതെ മഅദനിയെ ഇതുപോലെ വേട്ടയാടുമ്പോൾ ഇന്നിപ്പോഴിതാ അദ്ദേഹം കിടക്കുന്ന ആ ഫ്ലാറ്റിലെ, ആ റൂമിലെ, ആ ബെഡിൽ കിടക്കുന്ന മഅദനിയെ നൂത്തിരുത്താൻ ഇടവും വലവും സഹായികൾ വേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം. മഅദനിക്ക് വലത് കൈകൊണ്ട് വെള്ളം കൊടുത്താൽ ഇടത് കൈകൊണ്ട് പാത്രം കൊടുക്കേണ്ട അവസ്ഥ ഉടനെ വോമിറ്റ് ചെയ്യുന്നു, ഛർദിക്കുന്നു. എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇടത് കൈകൊണ്ട് അടുത്ത പാത്രം കൊടുക്കണം, ഛർദിക്കുന്നു. അദ്ദേഹത്തിന് നൂന്നിരിക്കാൻ കഴിയുന്നില്ല, പരസഹായമില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ആശങ്കപ്പെടുന്നു, മഅദനി ആശങ്കപ്പെടുന്നു. മഅദനിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ളവർ ആശങ്കപ്പെടുന്നു. ഇത്തരത്തിൽ മഅദനിയുടെ ആരോഗ്യാവസ്ഥ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് എന്തും സംഭവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം, ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, അബ്ദുൽ നാസർ മഅദനിയുടെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണം. വിചാരണ എന്ന് പറയുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പലരും കരുതും കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബോംബ് സ്ഫോടനം 100-200 പേര് മരിച്ചു. ഒരാൾ മരിച്ചാലും നമുക്ക് ദുഃഖമുണ്ട്, നമ്മളത് ശക്തമായി എതിർക്കുന്നു. പക്ഷേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 31ാമത്തെ പ്രതിയാക്കിയിട്ടും നേരത്തെ MP സൂചിപ്പിച്ചതുപോലെ 317 പേരെ വിചാരണ ചെയ്തിട്ട് പോലും ഒരാൾ പോലും പറഞ്ഞില്ല, ഒരാളൊഴികെ മറ്റാരും പറഞ്ഞില്ല അബ്ദുൽ നാസർ മഅദനിയെ അറിയാമെന്ന്. സംഘപരിവാറായ ആ അവിടുത്തെ കുടകിലെ ഒരാളാണ് പറഞ്ഞത് അറിയാമെന്നും. അതൊക്കെ വക്കീലും കാര്യങ്ങൾ നോക്കിക്കോളും. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ കൊടുക്കണം. മഅദനിയുടെ വിധി പറയുമ്പോൾ അത് മഅദനി കുറ്റക്കാരനാണെങ്കിലും നിരപരാധിയാണെങ്കിലും ആ വിധി കേൾക്കുവാൻ അബ്ദുൽ നാസർ മഅദനി ജീവിച്ചിരിക്കണ്ടേ? അതുകൊണ്ട് വിധി വേഗം പറയണം. രണ്ടാമത് ഞങ്ങൾക്ക് പറയാനുള്ളത്, വിധി പറയുന്നതിന് മുമ്പ്, വിചാരണ പൂർത്തിയാകും മുമ്പ് എത്രയും വേഗം അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ കൊടുക്കണം. ഒരു വേഷം വിചാരിക്കരുത്. ഇന്ന് ഞങ്ങൾ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒന്നേ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നിലനിൽക്കാൻ വിദഗ്ധ ചികിത്സ കൊടുക്കണം. അതിന് വിചാരണ പൂർത്തിയാക്കണം. എന്റെ അബ്ദുൽ നാസർ മഅദനി കേരളക്കാരനല്ലേ, മലയാളിയല്ലേ? ഈ കേരളക്കാരന് വേണ്ടി, ഈ മലയാളിക്ക് വേണ്ടി, വിശിഷ്യ ഒരു പണ്ഡിതന് വേണ്ടി എന്റെ ഗവൺമെന്റ് ഇടപെട്ടുകൂടാ? മുൻകാലങ്ങൾ MP പറഞ്ഞതുപോലെ നിയമസഭ ഐക്യകണ്ഠേന അതുപോലെ പ്രമേയങ്ങൾ പാസാക്കിയെങ്കിൽ ഇപ്പോഴും മഅദനിയുടെ വിഷയത്തിലും
ഒരു സംശയമില്ല നിങ്ങൾ ഇടപെടണം. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ആശ്വാസമുണ്ട്. അബ്ദുൽ നാസറും അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതു മതസംഘടനകൾ ഞങ്ങൾ ക്ഷണിച്ചാലും അതിനകത്ത് സമസ്തയെന്നോ ദക്ഷിണയെന്നോ സംസ്ഥാനയെന്നോ അല്ലെങ്കിൽ മറ്റൊരിതൊന്നുമില്ലാതെ മുഴുവൻ ആൾക്കാരും വളരെ സ്നേഹത്തോട് വളരെ ആദരവോടാണ് മറുപടി ഞങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും അബ്ദുൽ നാസറും അതിനിക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലും ഉണ്ടാകും. അങ്ങനെ പറഞ്ഞ നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവിയെ പോലെ, ബഹുമാനപ്പെട്ട ചിറയൻകീഴ് നൗഷാദ് ബാക്കവിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഭാഷകരൊക്കെ നമ്മുടെ മുന്നിൽ പോണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടവരെ, പോലീസുകാർ ഒരു കാര്യം കൂടി പറയുന്നു. പല പരിപാടികൾ ഇവിടെ നടന്നെങ്കിലും ഇതുപോലെ ധർണ നടക്കുന്നതിന്റെ പിറകുഭാഗത്ത് പോലീസുകാർ അവരെ സജ്ജീകരിച്ച് ഗാർഡ് റൂമാക്കിയ ചരിത്രം നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. എന്നാൽ അബ്ദുൽ നാസറും അതിനിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ധർണ നടക്കുന്ന ആ ഭാഗത്തിന്റെ പിൻഭാഗത്ത് പോലീസിന്റെ പ്രത്യേക ഗാർഡ് റൂം തയ്യാറാക്കി ഈ പണ്ഡിതന്മാർ നിരീക്ഷിച്ചെങ്കിൽ, ഈ പണ്ഡിതന്മാരെ നിങ്ങൾ ചോദ്യം ചെയ്യെങ്കിൽ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് നിങ്ങളെ തള്ളപ്പെടും. ഒരു സംശയമില്ല. അക്കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്താ? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മന്ദബുദ്ധികളാണോ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച്? ആ സ്പെഷ്യൽ ബ്രാഞ്ചിന് പറയണ്ടേ ഇത് കർണാടകയിലോ അല്ലെങ്കിൽ കാശ്മീരിലെയോ അല്ലെങ്കിൽ ഉസ്കുൽ മുജാഹിദിനോ അല്ല ഇവിടെ ധർണ നടത്തുന്നേ. ഈ സമുദായത്തിന്റെ, ഈ കേരളത്തിന്റെ, ഈ രാജ്യത്തിന്റെ എന്താണ് ദീനെന്നും എന്താണ് സംസ്കാരമെന്നും എന്താണ് മതമെന്നും എന്താണ് ജാതിയെന്നും ആരാണ് പിതാവെന്നും മാതാവെന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിത വരേണ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും വലിയ പണ്ഡിത വരേണ്യർ, പണ്ഡിത മഹത്വങ്ങൾ അവര് ബുദ്ധിമുട്ടി ധർണ അതിനിക്ക് വേണ്ടിയിരിക്കുമ്പോൾ അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി പ്രത്യേക ഗാർഡ് റൂമുകൾ ബാക്കിൽ സജ്ജീകരിച്ചാൽ നിങ്ങൾക്ക് 3-4 മാസം കഴിയുമ്പോൾ വ്യക്തമായ മറുപടി കിട്ടും. ഇവിടെ ബഹുമാനപ്പെട്ട പെരിങ്ങാട് ഉസ്താദ് അന്ന് ഞങ്ങൾ മൈലക്കാട് വെച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾ അവസാനിക്കുന്നില്ല. സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ സംസ്ഥാന അധ്യക്ഷ നിലയിൽ വിനീതനായി ഞാൻ പറയുന്നു, അബ്ദുൽ നാസറും അതിനിക്ക് വേണ്ടിയിട്ട്, മഅദിനിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തപ്പെടുന്ന ഈ സമാധാനപരമായ ധർണ കേവലം ഒരു ചെറിയ ധർണയായി ഞങ്ങൾ പിരിഞ്ഞു പോകും നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ രണ്ടാം ഘട്ട സമരത്തിലേക്ക് ഞങ്ങൾ വന്നാൽ ഒരു സംശയമില്ല, അബ്ദുൽ നാസർ അതിനിക്ക് എന്ത് ചികിത്സയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അതറിഞ്ഞ് ആ സമരത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും അല്പം നീണ്ടുപോയെങ്കിൽ സദയം നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടും, കാരണം മഅദിനിയുള്ള വികാരം പറയേണ്ട എന്റെ ആവശ്യമാണ്. PDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലല്ല ഞാനിവിടെ അധ്യക്ഷനാകുന്നത്. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ വഴിക്ക് പോകും. ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കൽ രാജ് പാർട്ടിയുടെ ഗസ്റ്റായിട്ടാണ് വിളിച്ചത്. പാർട്ടിയുമായി യാതൊരു ബന്ധവും ഈ പരിപാടിക്കില്ല. ഇത് തീർത്തും പണ്ഡിതന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന പരിപാടിയാണ്. അവരാണ് തീരുമാനിക്കുന്നത് ഈ പരിപാടിയുടെ സമരങ്ങൾ, ഇതിന്റെ ഗതികൾ, ഇതിന്റെ നിശ്ചലനങ്ങൾ, ഇതിന്റെ ചലനങ്ങൾ എങ്ങനെ പോകണമെന്ന്. ഞങ്ങളുടെ കമ്മിറ്റിയിൽ അഡ്വൈസറി ബോർഡുണ്ട്. അതിന്റെ മുഖ്യ രക്ഷാധികാരി ബഹുമാനൻ അബ്ദുൽ നാസർ അദ്നിയാണ്. അദ്ദേഹത്തെ ഒരു പക്ഷേ ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ലെങ്കിലും പിന്നീടുള്ള ബഹുമാനപ്പെട്ട പെരിങ്ങാട് ഉസ്താദ്, ഞങ്ങളുടെ ആദരണീയ നേതൃത്വം, ഞങ്ങളുടെ ആത്മീയ നേതൃത്വം, ബഹുമാനപ്പെട്ട ഹുസൈൻ കോയ തങ്ങൾ അവർ, ഞങ്ങളുടെ നേതൃത്വമാണ് ഈ കൂട്ടായ്മയുടെ. അല്ല കേവലം മൈലക്കാട് ഷാ രൂപീകരിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന സംവിധാനമല്ല ഇത്. ഇതിന്റെ നേതൃത്വം എന്ന് പറയുന്നത് സമാധാനായ സയ്യിദ് കുടുംബ തങ്ങൾ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ കണ്ണിയാണ്. ഇതിന്റെ നേതൃത്വം മഹാനായ മോസിൻ കോയ തങ്ങൾ അവർ ഹൈദ്രൂസി, അതുപോലെ ബഹുമാനപ്പെട്ട പെരിങ്ങാട് ഉസ്താദ് അയ്യൂബ് ഖാൻ മഹദരി, സിദ്ദീഖ് മന്നാനി, ഷംനാദ് നിസാമി, പിന്നെ അബ്ദുൽ നാസർ അദ്നി മുഖ്യ രക്ഷാധികാരി. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിർത്തുകയാണ്. മഅദിനി വിഷയം മാത്രമല്ല, അബ്ദുൽ നാസർ അദ്നി വിഷയം മാത്രമല്ല, കേരളത്തിലെ ഏതൊരു പണ്ഡിതനും അകാരണമായി പീഡനം അനുഭവിക്കേണ്ടി വന്നാൽ അത് അധികാരി വർഗങ്ങളിൽ നിന്നാകട്ടെ മറ്റുള്ളവരിൽ നിന്നാകട്ടെ ശക്തമായ നിലപാടുമായി സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം രംഗത്ത് വരും. കണ്ടില്ലേ നിങ്ങൾ? ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് വലിയ ഹോസ്പിറ്റലിൽ നടന്ന മാർച്ച് എന്താ? അവിടെ ഗുണ്ടായിസം, വലിയ തോപ്പിന്റെ ഗുണ്ടായിസം
നമ്മുടെ ബഹുമാനപ്പെട്ട അസിംഗോയ തങ്ങളുടെ ജ്യേഷ്ഠൻ അവിടെ അകാലം മരണപ്പെട്ടു. മക്കൾ ഇവിടെ വിദഗ്ധ ചികിത്സ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ ഗുണ്ടകൾ പ്രശ്നമുണ്ടാക്കി 70-76 അടയ്ക്കാൻ പറഞ്ഞു. അപ്പോഴെവിടുന്ന പൈസ? അങ്ങനെയൊക്കെ അവിടെ ഗുണ്ടകൾ പ്രതികരിച്ചപ്പോൾ അവർക്കെതിരെ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ഫോറം ഞങ്ങൾ ശക്തമായി മാർച്ച് നടത്തി. ആ തരത്തിലേക്ക് ഇനിയും ഏതൊരു ഫണ്ടിലുണ്ടാവുന്ന വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടും.